ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിനിസ്റ്റർ കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് അവലും അതേപോലെ തന്നെ പഴം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു കിടിലൻ റെസിപ്പി കേട്ടോ. അപ്പോൾ വൈകുന്നേരം 4 മണി ചായക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിലുള്ള റെസിപ്പിയും കൂടിയാണ്. ആവിയിൽ വേവിച്ചതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയുമാണ്. മാത്രമല്ല ഒട്ടും തന്നെ ഓയിലോ അങ്ങനെയൊന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. എല്ലാവരും ഇതേപോലെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെ നമ്മുടെ കിടിലൻ റെസിപ്പി ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി ചെയ്യാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പിഞ്ച്, അത്രയും മതിയാവും. ഇനി ഇതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിന് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴിച്ചെടുക്കാം. അപ്പോൾ മാവ് കുഴയ്ക്കാൻ നേരത്ത് വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യമേ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, നോക്കിയിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം മാവ് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുഴച്ച് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് 1 ടീസ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ പതുക്കെ ആ മാവിൻ്റെ മേളിലേക്ക് ഒന്ന് പറ്റി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ മാവ് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ അത്രയ്ക്ക് ഞാൻ കട്ടിക്ക് വേണ്ട, ഇതേപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി അവലും പഴവും കൊണ്ടുള്ള ഒരു മിക്സും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മറ്റൊരു ബൗളിലേക്ക് ഏകദേശം 1 കപ്പ് തന്നെ അവലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഡബിൾ ഹോൾസിൻ്റെ തീരെ കനം കുറഞ്ഞ അവലുണ്ടല്ലോ, അതാട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളാവലാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കനമുള്ള അവലാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം 250 ml കപ്പിന് 1 കപ്പ് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പഴവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുപഴം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുപഴം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത്തപ്പഴം എടുക്കാം. ഞാനിവിടെ വലിയ പഴം, നമ്മുടെ ഏത്തപ്പഴം ഉണ്ടല്ലോ, അതാട്ടോ എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലും ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെ വേണം എടുക്കാനായിട്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് തേങ്ങ ചിരകിയതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അവലും പഴവും എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം നമ്മുടെ തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി മധുരത്തിനായിട്ട് പഞ്ചസാരയെല്ലാം മറിച്ച് നമ്മുടെ ശർക്കര ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ചിരകിയത് ചേർത്ത് കൊടുക്കുമ്പോൾ മധുരം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. ചില ശർക്കരയ്ക്ക് നല്ല മധുരം ഉണ്ടാവും, ചിലതിന് അത്ര മധുരം ഉണ്ടാവില്ല. എൻ്റെ കയ്യിലിരിക്കുന്നതിന് അത്ര മധുരം ഇല്ലാത്തതുകൊണ്ട് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത ശർക്കരയാണ്. കൂടെ തന്നെ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകമല്ല ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് ഈ ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവയും കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഈ പഴത്തിൻ്റെ ശർക്കരയുടെ മിക്സിനകത്തേക്ക് വേറെ വെള്ളമോ അതേപോലെ തന്നെ പാലോ അങ്ങനെ ഒന്നും തന്നെ ചേർത്തിട്ട് വേണ്ട കുഴയ്ക്കാനായിട്ട്. നമ്മുടെ ശർക്കരയിൽ നിന്നും അതേപോലെ തന്നെ പഴത്തിലും ഒക്കെ ഉള്ള ആ ഒരു നനവുണ്ടല്ലോ, അതിനകത്ത് വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടിങ്ങ് മിക്സായിട്ട് വന്നോളും. അങ്ങനെ നമ്മുടെ അവലും പഴവും കൊണ്ടുള്ള മിക്സും അതേപോലെ തന്നെ നമ്മുടെ ഗോതമ്പൊടിയുടെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെയില്ല, നമുക്ക് നമ്മുടെ സ്നാക്സ് എങ്ങനെ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. നമ്മുടെ ഈ അവലിൻ്റെയും പഴത്തിൻ്റെയും മിക്സ് ഇങ്ങനെ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റായിട്ടോ, നല്ല മധുരമല്ലേ, പഴവും അവലും അതേപോലെ തന്നെ ശർക്കരയും എല്ലാം കൂടി ചേരുന്നുണ്ട്. ഒന്നെങ്കിൽ ഇനി നമുക്ക് വാഴയിലയിൽ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതേപോലെ ചക്കയുടെ ഒക്കെ ഉണ്ടാക്കുന്ന ഇടനില എന്ന് പറയും, ഇതേപോലൊരു ഇലയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാഴയിലയിൽ ചെയ്തെടുത്താലും മതിയാവും, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മുടെ ചക്കട ഉണ്ടാക്കുന്ന ഇടനിലയിലാണ് ചെയ്തെടുക്കുന്നത്. വാഴയിലയ്ക്ക് പകരമാണ് നമ്മൾ ഈ ഇല എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോ ഇലയെടുത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പൊടിയുടെ മിക്സ് ഓരോ ഇലയിലും നല്ലതുപോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരുപാട് കനത്തിലൊന്നും പറ്റണ്ട, ഇതേപോലെ ചെറിയൊരു ബോൾസ് പോലെ എടുത്തിട്ട് നന്നായിട്ടങ്ങ് പരത്തി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ കനം കൂടിപ്പോയി കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. തീരെ കനം കുറച്ച് നമ്മുടെ ഈ ഇലയുടെ മുകളിലേക്ക് ഇതേപോലെ ഇങ്ങ് പരത്തി കൊടുക്കാം. ഇലയിൽ വേറെ എണ്ണയോ അതേപോലെ തന്നെ നെയ്യോ അങ്ങനെയൊന്നും തന്നെ പറ്റി കൊടുക്കണ്ട. നന്നായിട്ട് ആവിക്ക് വെക്കുമ്പോൾ ശരിക്കും ഇങ്ങ് വിട്ട് കിട്ടിക്കോളും. ഇതേപോലെ തീരെ കനം കുറച്ച് നല്ലപോലെ തന്നെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അവലിൻ്റെയും അതേപോലെ തന്നെ പഴത്തിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. അവലിൻ്റെയും പഴത്തിൻ്റെയും മിക്സ് ആണെങ്കിലും ഒരുപാട് കനത്തിൽ വെച്ച് കൊടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആവിക്ക് വെക്കുമ്പോൾ ശരിക്കും ഇല ഇങ്ങ് വിടർന്നു പോരും. അപ്പോൾ തീരെ കനം കുറച്ച് ഒരു പാകത്തിന് നമ്മുടെ ഇലയുടെ വലിപ്പത്തിനനുസരിച്ച് ഒന്ന് പരത്തി കൊടുത്താൽ മാത്രം മതിയാവും. നമ്മളിവിടെ ഇത്രയും മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ.
അതിനുശേഷം ഇതേപോലെ രണ്ടായിട്ട് ഒന്ന് മടക്കി ശരിക്കും ഇങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമാണ് ആവിയിൽ വെക്കുമ്പോൾ ഇങ്ങ് വിട്ടു പോരാതെ ഇരിക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാട് കനത്തിൽ പരത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സ് എന്ന് പറയുന്നത്. കണ്ടോ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് പെട്ടെന്ന് ഇങ്ങ് റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ എളുപ്പത്തിന് വേണ്ടി രണ്ടായിട്ട് ഇലയൊന്നും മടക്കിയിട്ട് ആവിക്ക് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഷേപ്പിൽ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനിയിപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിലും മടക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും മടക്കിയെടുക്കാം. വാഴയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഉള്ളിൽ വെക്കുമ്പോൾ ഒരുപാട് കനത്തിൽ വെക്കരുത്, അത്ര മാത്രമേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. രണ്ട് സൈഡാണെങ്കിലും പതുക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അപ്പോഴാണെന്നുണ്ടെങ്കിലും കാണാനാണെങ്കിലും അതേപോലെ തന്നെ വിട്ടൊന്നും പോരാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ബാക്കി എല്ലാ മിക്സും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് അവലും അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത ഒരു പഴം ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 9 എണ്ണത്തിൻ്റെ അടുത്ത് നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇലയുടെ വലിപ്പം അനുസരിച്ച് എണ്ണത്തിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് വ്യത്യാസം വന്നിരിക്കും. ഇനിയപ്പോൾ വേറെ സമയം കളയാതെ നമുക്ക് നേരെ ആവിക്ക് വയ്ക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒന്ന് ആവിക്ക് വയ്ക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടത് ഇതേപോലെ അതിൻ്റെ മേളിലായിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതിയാവും. ഒരു 15-20 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് റെഡിയാക്കി കിട്ടും. ഇനിയിപ്പോൾ നന്നായിട്ട് ആവി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. റെഡിയായി വരട്ടെ. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, ശരിക്കും ഇലയുടെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് പുറത്തേക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കാതെ നന്നായിട്ട് ആവിയിൽ റെഡിയാക്കി എടുത്ത ഒരു കിടിലൻ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് റെഡിയാക്കുമ്പോൾ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ട് അതേപോലെ തന്നെ മുന്തിരിയൊക്കെ പതുക്കെ ഒന്ന് നെയ്യിൽ ഒന്ന് ഫ്രൈ ചെയ്തും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ ഇലയിൽ നിന്ന് നന്നായിട്ട് ഇങ്ങ് വിട്ടു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അവലിൻ്റെയും പഴത്തിൻ്റെയും മധുരത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇലയൊന്നും വാടിയതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ശരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്കയുടെയൊക്കെ കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും എന്തായിരിക്കും ആ ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ റെസിപ്പി ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. കൂടെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്കിപ്പോൾ ഇതുപോലുള്ള ഏറ്റവും എളുപ്പത്തിലും അതേപോലെ തന്നെ പുതിയ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫായിട്ട് ഇരിക്കുക. ബൈ.